അമ്പലവഴിയിൽ വല്ലപ്പോഴുമൊക്കെ അച്ഛൻ പോറ്റിയെ കാണാറുണ്ട്. മുട്ടിന് താഴെ വരെ എത്തുന്ന ഒറ്റമുണ്ടാണ് എപ്പോഴും വേഷം. വൃത്തിയുള്ളതെങ്കിലും പഴമയുടെ അലിഞ്ഞ ചെങ്കൽ നിറമായിരുന്നു ആ മുണ്ടിന്. ആ മുണ്ടിൻ്റെ നേരിയ ഇഴകൾക്കിടയിലൂടെ കാണുന്ന കൗപീനം ഞങ്ങൾ കുട്ടികൾക്കൊരു തമാശയായിരുന്നു. നഗ്നമായ ശരീരത്തിൽ വേഷ്ടിയുടെ അതേ നിറമുള്ള ഒരു പൂണൂൽ ഇടത്തെ തോളിൽ നിന്ന് വലത്തെ ഇടുപ്പിനെ ചുറ്റി ശരീരത്തോട് ഒട്ടിക്കിടന്നിരുന്നു. അഗ്രഹാരത്തിലെ കഴുതിയെപ്പോലെ ജീവിതഭാരം പേറി മുന്നോട്ട് കുനിഞ്ഞ തോളുകൾ, മെല്ലിച്ച ശരീരം, ഒരു ജീവച്ഛവം പോലെ ചുറ്റുമുള്ള ഒന്നിനെയും ശ്രദ്ധിക്കാതെയുള്ള നടത്തം. അങ്ങനെയേ അച്ഛൻ പോറ്റിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. വളരെ ശാന്തനായ സാത്വികനായ ഒരു മനുഷ്യൻ. 1-2 പ്രാവശ്യം അച്ഛൻ പോറ്റി എൻ്റെ വീട്ടിൽ വന്നതായി ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധത്തിലുള്ള എവിടെയോ അകലെ നിന്ന് വരുന്ന ഒരാൾ, അതോ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെയാണോ എന്നും അറിയില്ല. ഇല്ലത്ത് വിരുന്ന് വരുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലാണ് അന്തി ഉറങ്ങിയിരുന്നത്. അതിൻ്റെ കാരണം അവരുടെ ആചാരപ്രകാരം അന്യമതസ്ഥർക്ക് ഇല്ലത്ത് അന്തി ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത് മറ്റേതോ മതവിശ്വാസിയെയാണ്. അദ്ദേഹം വിരുന്ന് വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് അന്തി ഉറങ്ങാനുള്ള അനുവാദം ചോദിക്കാൻ അച്ഛൻ പോറ്റി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. കാലം കടന്നുപോയി. ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള തിരക്കിൽ ഞാനും വഴിപിരിഞ്ഞു. കാണാതെയും കാര്യങ്ങളറിയാതെയും ശിവകാമി അന്തർജനവും ചെമ്പകശ്ശേരി ഇല്ലവും പതിയെ പതിയെ എനിക്കന്യമായി. എന്നോ എപ്പോഴോ മൂത്ത കുഞ്ഞ്, ശിവകാമിയുടെ മൂത്ത സഹോദരി മരിച്ചു. മരിച്ചതല്ല, സ്വപ്നങ്ങളും മോഹങ്ങളും നരച്ചു തുടങ്ങിയപ്പോൾ സ്വയം ജീവനെടുത്തതാണെന്നും കേട്ടു. മോഹഭംഗങ്ങൾ എന്തെന്ന് ദൈവങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. മകളുടെ വേർപാട് വരുത്തിയ നഷ്ടവും അഭിമാനക്ഷതവും ഇല്ലത്തമ്മയെ മൂകയാക്കി. നാടിനും നാട്ടാർക്കും വേണ്ടി എന്നും പൂജകൾ അർപ്പിച്ചിരുന്നു, എന്നും പ്രാർത്ഥിച്ചിരുന്നു. അതുമാത്രം ചെയ്തിരുന്ന ആ ഇല്ലത്തിന് വേണ്ടി, ആ അച്ഛൻ പോറ്റിക്ക് വേണ്ടി, അവിടുത്തെ പാവ മനുഷ്യർക്ക് വേണ്ടി ആർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഞാൻ സ്നേഹിച്ചിരുന്ന ആ അച്ഛൻ പോറ്റിയും ഇല്ലത്തമ്മയും ആശയും പ്രതീക്ഷയും മറ്റ് ജീവനും ജീവിതവും ഉപേക്ഷിച്ച ആ അന്തർജനവും പട്ടിണിയോട് മല്ലിട്ട് ആ ഇല്ലത്തിൻ്റെ അകത്തളത്തിൽ എരിഞ്ഞു തീർന്ന അവർക്കായി എനിക്കും എൻ്റെ സമൂഹത്തിനും ഒന്നും ചെയ്യാനായില്ല എന്ന ചിന്ത എന്നെ ഇന്നും വേട്ടയാടുന്നു. ഇല്ല, എനിക്കൊന്നിനുമായില്ല എന്ന തോന്നൽ എൻ്റെ തേങ്ങലായി ഇന്നും നിലനിൽക്കുന്നു. ശിവകാമി, മാപ്പ്.